ഗൈസ്, നമ്മൾ കുറേ നാൾ വീഡിയോ ഒന്നും ഇട്ടില്ല. ഇച്ചിരി പരിപാടിയൊക്കെ ആയിരുന്നു. കുമ്പോടവും കല്യാണവും പരീക്ഷയും ഒക്കെ ആയിട്ട് ഇച്ചിരി ലാഗ് അടിച്ചു പോയി. അത് ഇനി തുടർച്ചയായി വീഡിയോ വരും. ഇനി ഡെയിലി വീഡിയോ കാണും. എല്ലാവരും ആ മറ്റേ ഇട്ടേക്കുന്ന വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നെ നന്ദി പറയുന്നു. ഇനി ഇടുന്ന വീഡിയോയ്ക്കും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണമെന്ന് ഇനിയും പറയുന്നു. ഞാൻ ഇനി മാല ഇട്ടേക്കുവാണ്. ഞാൻ 14-ാം തീയതി മലയ്ക്ക് പോവാണ്. മലയ്ക്ക് പോകുന്ന വീഡിയോ ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ വരത്തില്ല. അവിടുത്തെ സാഹചര്യം അനുസരിച്ചിരിക്കും. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. മാമ്പഴം പെറുക്കാൻ പോകാം. നമ്മുടെ ഒരു ചേച്ചി വരുന്നുണ്ട്. ചേച്ചി യെസ്. എത്രാമത്തെ വീഡിയോ ഇപ്പം 3-ാമത്തെ വീഡിയോ. കുറേ നാൾ ലാഗായിരുന്നു. 3-ാമത്തെ. ഹലോ ഗൈസ്, ഞാൻ പോവാം. ഇനി മാമ്പഴം പെറുക്കാൻ അങ്ങോട്ട് പോകാം. ഈ പറമ്പ് വൃത്തിയാക്കി ഞങ്ങളിപ്പോൾ അഞ്ചരക്ക് ഇവിടെ വന്ന് ഫുട്ബോൾ കളിക്കും. ഇവിടെ വൃത്തിയാക്കിയതിന് കാരണം അവിടെ ടവർ വന്നിട്ടുണ്ട്. എയർടെലാണോ ഏതോ ടവറാണ്, എയർടെലാണെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾക്ക് നല്ല വൈദ്യുതി നെറ്റൊക്കെ കിട്ടുന്നു. അതാണ് ഗൈസ് ടവർ. ചുറ്റിന് മുള്ളുവേലി ഒട്ടിയേക്കുവാണ്. നമുക്ക് മാമ്പഴം പെറുക്കുന്ന ഇങ്ങോട്ടാണ്. ഒരു ബുക്ക് ഇറക്കമാണ് അത്. മാമ്പഴത്തിനായി ഇവിടുത്തെ മാങ്ങയെല്ലാം ആയിട്ടുണ്ട്, പക്ഷെ പഴമായിട്ടില്ല. അങ്ങോട്ട് മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ പറിക്കാറൊക്കെയുണ്ട്. അല്ല പൈസ കുറച്ച് പൊട്ട് കാണുന്നുണ്ട്, അതിനകത്ത് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് കുഴിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ആമയോ ആമാകത്തില്ല, പാമ്പ് എന്തെങ്കിലുമൊക്കെ മട്ടിച്ചോ. അങ്ങോട്ട് പോവാ. ഇറക്കമാണ്. നമ്മളിങ്ങനെ ഉരുണ്ടു പോവാണെങ്കിൽ സുഖമായിട്ട് അവിടെ പ്രയത്നിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തനുണ്ടായിരുന്നു. നമ്മൾ അവനോടിപ്പോൾ ഒന്നും മിണ്ടത്തൊന്നുമില്ല. അവൻ നേരത്തെ നമ്മളിപ്പം വരുമായിരുന്നു. ഇപ്പം ഞങ്ങളിവിടെ ഒന്നും വരത്തില്ല. ഇപ്പോൾ വേറെ പിള്ളേരുടെ കൂടെ പോവുകയാണ്. ഞങ്ങൾ വിളിച്ചാലൊന്നും വരത്തില്ല. ഇപ്പം ഞങ്ങൾ മിണ്ടത്തില്ല. കുറച്ച് ദിവസം മിണ്ടായിരിക്കാന്നൊക്കെ വിചാരിച്ചു. ഇതേ സുഖമായിട്ട് തൂങ്ങാൻ കഴിച്ചു. ഇപ്പം അവിടെ കിടന്നേ നല്ല സുഖമായിട്ട് തൂങ്ങാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തൂങ്ങുന്നതാണ്. ഇങ്ങനെ പോകുന്നത് അതൊരു അമ്പലമാണ്, ദേവീക്ഷേത്രമാണത്. അവിടുത്തെ കുമ്പാടമായിരുന്നു ഈ ഇട കഴിഞ്ഞത്. സൂപ്പർ പരിപാടിയായിരുന്നു. ചെറിയൊരു പഴുത്ത മാങ്ങത്. വാടിപ്പഴുത്താണ്. ഇവിടെയാണ് മാങ്ങ വീഴുന്നത്. ഇവിടെ മാങ്ങ ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ടില്ല. ഒന്നും മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായി. കഴിച്ചു നോക്കാം. കഴിച്ചു ഉണ്ടാകുന്ന സൂപ്പർ മാങ്ങ കഴിച്ചു. തൊലി കഴിക്കല്. ക്യാമറമാനും കൂടെ കൊടുത്തു നോക്കാം. അടിപൊളി. ക്യാമറമാൻ പറയും നല്ലതാണോ ചീത്തയാണോ. അടിപൊളി അടിപൊളി, നല്ല മധുരമുണ്ട്. സമയം അങ്ങോട്ട് പോകാം. ഹലോ ഗായ്സ്, ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം പറഞ്ഞ് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഭയങ്കര ശോകമാണ്. ഇവിടുത്തെ കാട് വെട്ടിത്തെളിച്ചില്ലായിരുന്നെങ്കിൽ
ഇവിടുത്തെ കാട് വെട്ടി തളിച്ചില്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് മാങ്ങ പറിക്കാം. അതിൻ്റെ അകത്തോട്ട് മാങ്ങ വീണ്. ഇവിടെ നേരത്തെ ഭയങ്കര കാടായിരുന്നു. ആ കാടുള്ളപ്പം സുഖമായിരുന്നു ഗൈസ് കയറി പറിക്കാൻ. ഇപ്പോൾ ഭയങ്കര പാടാണ് ഗൈസ്. ഇതിൻ്റെ അകത്തോട്ടാണ് ഗൈസ് മാങ്ങ വീഴുന്നത്. ഭാഗ്യത്തിന് ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു മാങ്ങ കിടപ്പുണ്ട് ഗൈസ്, നല്ലതാണെന്ന് നോക്കാം. ചെറിയൊരു തുള വീണിട്ടുണ്ട് ഗൈസ്, നമുക്ക് കളയാം ഗൈസ്. വേറെ ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇത് കഴിച്ചു നോക്കാം ഗൈസ്. സൂപ്പർ മധുരമാണ് ഗൈസ്. നമ്മുടെ ക്യാമറാമാനും കൂടെ കൊടുക്കാം, ഒന്ന് പൊളിക്കട്ടെ ഗൈസ്. മാങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട്, ക്യാമറാമാന് കൊടുക്കാം. കൈ ഒന്ന് ഉടക്കട്ടെ. ക്യാമറമാൻ എങ്ങനെയുണ്ട്? അടിപൊളി. മധുരമല്ലാണ്ട് പിന്നെ സെറ്റ് മധുര. നമ്മൾ ചുമ്മാ വന്ന് നോക്കിയെന്നേ ഉള്ളു ഗൈസ്. ഉറപ്പില്ലായിരുന്നു കിട്ടുമോന്ന്, പക്ഷെ കിട്ടി ഒരെണ്ണം. ഈ വീഡിയോ അത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യുവാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം തന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.